എറണാകുളം നഗരത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന അതിസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കടമക്കുടി. 14 ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് കടമക്കുടി ദ്വീപുകൾ എന്ന് വേണമെങ്കിൽ പറയാം. വലിയ കടമക്കുടി, മുറിക്കൽ, പാളയം, പിഴല, ചെറിയ കടമക്കുടി, പുളിക്കപ്പുറം, മൂലമ്പള്ളി, പുതുശ്ശേരി, ചരിയംതുരുത്ത്, ചെന്നൂർ, കോതാട്, കോരമ്പാടം, അങ്ങനത്തെ ഒരു 14 ദ്വീപുകൾ കൂടി ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് കടമക്കുടി എന്ന് പറയാം. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. നാവിക പാലം റെനോവേറ്റഡ് ബൈ ഏതൊരു ബാങ്കിനെ കേട്ടോ കൊടുത്തേക്കുന്നത്. ബാങ്കിൻ്റെ ഒരു ടെമ്പററി പാലമല്ല, ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയൊരു പാലം. അപ്പുറത്തെ ദ്വീപുമായിട്ട് ഈ പാലം ചെറിയ കടമക്കുടിയിലേക്ക് കണക്ട് ചെയ്യുന്ന ആകെയുള്ള ഒരു പാലമാണ്. AT ചെറിയാൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഇനോഗ്രേറ്റ് ചെയ്തേക്കുന്നത്. നേവൽ കമാൻഡ് ഫ്ലാഗ് ഓഫീസർ, കമാൻഡിങ് ഇൻ ചീഫ്. എനിക്ക് തോന്നുന്നു നേവിക്കാർ പണിത് കൊടുത്ത പാലമാണെന്ന് തോന്നുന്നു. ഈ അപ്പുറത്തേക്കുള്ള ആ ദ്വീപിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന ഒരു ചെറിയ അതിസുന്ദരമായിട്ടുള്ള പാലം. ഈ പാലം നോക്കിയാൽ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ. എനിക്ക് തോന്നുന്നു നേവിക്കാർ പണിതേക്കുന്ന ഒരു ചെറിയ പാലമാണ് കേട്ടോ. തൊട്ടപ്പുറത്ത് ഇതിൻ്റെ പഴയ പാലം ഏകദേശം കാലപ്പഴക്കം കൊണ്ട് നാമാവശേഷമായിട്ട് തൊട്ടപ്പുറത്ത് കാണാം. ഈ ഒരൊറ്റ പാലമാണ് കേട്ടോ ചെറിയ കടമക്കുടിയിലേക്ക് കണക്ട് ചെയ്യുന്ന ആകെയുള്ളൊരു പാലം എന്ന് വേണമെങ്കിൽ ഇപ്പോൾ. എന്ന് വെച്ചാൽ ആ നാട്ടുകാർക്ക് എറണാകുളത്തോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കണ്ടെയ്നർ റോഡിലോട്ടോ ഒക്കെ കയറണമെന്നുണ്ടെങ്കിൽ ഈ പാലം ത്രൂ ആണ് അവർ കണക്ട് ചെയ്യുന്നത്. ഇപ്പുറത്ത് നിന്ന് അപ്പുറത്ത് കാണുന്ന ആ പള്ളി കാണാൻ അതിമനോഹരമാണ് കേട്ടോ. പെരുന്നാൾ സമയത്തൊക്കെ എന്ത് ഭംഗിയായിരിക്കും. ചേട്ടാ, ഇത് അപ്പുറത്തോട്ട് എങ്ങോട്ടാ അങ്ങോട്ട് കിടന്നാല്? ഇത് കടമക്കുടിയാണ്. അങ്ങനെ ആ ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് കടമക്കുടിയാണെന്ന്. അല്ല, ഇതിന് അപ്പുറത്തോട്ട് കിടക്കാൻ പറ്റുമോ? ഇത് ദ്വീപാണ്, ഇത് അവിടെ തീരുത്. അല്ല, ഇതപ്പം അങ്ങോട്ട് കിടക്കാൻ പറ്റുമോ? കറങ്ങാൻ പറ്റുള്ളൂ. ശരിക്കും അങ്ങനെ ആ ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ചെറിയ കടമക്കുടിയും ഇപ്പുറത്ത് കടമക്കുടിയുടെ പിഴല എന്ന് പറയുന്ന സ്ഥലമൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന സ്ഥലമാണെന്ന്. വെച്ചാൽ ഈ കൂട്ടം ദ്വീപുകളെല്ലാം കടമക്കുടിയാണ് എന്ന് മനസ്സിലായത് എനിക്ക് ഇപ്പോഴാണ്. അങ്ങനെ ഞാൻ ഇവിടുന്ന് കടമക്കുടിയുടെ ഉൾപ്രാന്ത പ്രദേശങ്ങളിലോട്ട് പതുക്കെ നടക്കാം എന്നുള്ള തീരുമാനത്തിൽ നിർത്തി. ഇങ്ങനെ പോണ വഴിക്ക് ആദ്യം കണ്ടത് ദൂരേന്ന് ബൈക്ക് കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ തന്നെ കുറച്ച് ആളുകൾ മീൻ പിടിക്കുന്നത് കണ്ടു. കടമക്കുടിയാണ്. ചേട്ടൻ്റെ പേര് അരവിന്ദൻ. പിന്നെ കണ്ട് ഞങ്ങൾ രണ്ടുപേരും ഏലൂരിൽ നിന്ന് വന്നേക്കണം. 2 പേരുണ്ട്. ആ കൂട്ടുകാരൻ. ആ, ചേട്ടനുണ്ടല്ലേ? ഇതാണ് ഞങ്ങൾ പിടിക്കണം. കണ്ടോ? അങ്ങനെ നല്ല പെട്ടക്കണ മീനാണ് കേട്ടോ ഈ ചേട്ടന് കിട്ടിയേക്കണത്. അത് കരിമീനാണ് കേട്ടോ. ഞങ്ങൾ ഏലൂരിന്ന്. അപ്പൊ എന്ത് ചെയ്യണേണ് ജോലി കൽപ്പണിക്കാരുടെ ഹെൽപ്പറായിട്ട് മഴ ചെയ്തുകൊണ്ട് ഇപ്പൊ കുറവാണ് പണി. ഇവിടെ ഇപ്പൊ സ്ഥിരമായിട്ട് വരും അല്ലെങ്കിൽ വല്ല കാലത്തൊക്കെ ഇങ്ങനെ നല്ല മീൻ കിട്ടാറുണ്ട്. ഇപ്പൊ ഈ സമയത്ത് കിട്ടാറുണ്ട്. പിലോപ്പി അല്ല, കരിമീൻ കിട്ടും. പിന്നെ ഈ ഇത് പൂളാൻ, അങ്ങനെ കുറെ സാധനങ്ങൾ കിട്ടാറുണ്ട്. ചേട്ടന്റെ പേര്? എൻ്റെ പേര് രാജു. അപ്പോൾ നമുക്ക് പുറകിൽ കാണുന്ന ഒന്ന് ചേട്ടൻ്റെ പേര് അരവിന്ദൻ, ഒന്ന് രാജു ചേട്ടനുണ്ട്, അരവിന്ദനുണ്ട്. അപ്പോൾ അരവിന്ദൻ ചേട്ടൻ FSCയിൽ വർക്ക് ചെയ്തിരുന്നേച്ചാണ്. ഒരു മീൻ പിടിക്കണ കാണാൻ വേണ്ടിയാണ് ഞാൻ അവിടുന്ന് കണ്ടപ്പോൾ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഒരു ചെറിയ കുഞ്ഞ് കരിമീൻ എനിക്ക് തുടങ്ങിയിട്ടുള്ളല്ലേ പരിചയപ്പെട്ട്. നമുക്കൊന്ന് നടന്നു നോക്കാം, ഇതിലേക്കൂടി നടന്നിട്ട് അപ്പുറത്തോട്ടൊന്ന് നടന്നു നോക്കാം. കുറച്ച് എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല രീതിയിൽ ഫിഷിങ് പരിപാടികളും കെട്ടുകളും ചെമ്മീൻ കെട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു കള്ള് ഷാപ്പ് ഉണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. കെട്ട് വഞ്ചി, വള്ളം, റൗണ്ടിൽ വഞ്ചില്ലേ, അതൊക്കെ ഉണ്ട് ഇവിടെ. നമുക്കൊന്ന് നോക്കാം, എക്സ്പ്ലോർ ചെയ്ത് നോക്കാം, എന്തെങ്കിലും കിട്ടുമായിരിക്കും. ചേച്ചിയുടെ അടുത്തോട്ടെ
അങ്ങനെ ഇവിടുന്ന് ആദ്യം കണ്ട ഈ ചേച്ചിനോട് ഞാൻ ഷൂട്ട് ചെയ്തോട്ടെ, ചേച്ചി ഒന്ന് സംസാരിക്കുന്നു. പക്ഷെ ഒരു കന്നഡക്കാരാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ബംഗാളികളാണ്, പക്ഷെ ഒരു കൂട്ടം കന്നഡക്കാരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ചെമ്മീൻ കെട്ടുകൾക്കൊക്കെ പണിക്ക് നിർത്തിയേക്കണം. ഇവർ തന്നെ മീൻ പിടിക്കുന്നുണ്ട്, ഇവിടെ തന്നെ ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കുന്ന കുറെ കന്നഡികർ താമസിക്കുന്ന സ്ഥലം കൂടിയാണ് കടമക്കുടി എന്ന് പറയുന്നത്. ഇത് അത്ര മനോഹരം. വെള്ളം മഴ പെയ്തേക്കണോണ്ട് വെള്ളമൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന വെള്ളമാണ് കേട്ടോ. ഇങ്ങ് ദൂരത്ത് അങ്ങ് അറ്റം വരെ ഇതേപോലെ തന്നെ പല പല കെട്ടുകളും അതിനകത്തുള്ള തൊഴിലാളികളും താമസിക്കുന്ന ഏരിയ ആണ് കേട്ടോ. എനിക്കോട് രാത്രി കാലങ്ങളിലൊക്കെ അതിമനോഹരമായിരിക്കും. കാരണം ഇവിടെയൊക്കെ ഒരു റിസോർട്ട് സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായി. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് അങ്ങനെയൊന്നും അധികം സപ്പോർട്ട് ചെയ്യുന്നില്ല. നോക്കെ അങ്ങ് ദൂരെ പാലം നോക്കിയേ, നമ്മൾ നേരത്തെ കണ്ട ആ പാലം, ഇരുമ്പിന്റെ പാലം എത്ര മനോഹരമാണെന്ന് നോക്കിയേ. ഇപ്പുറത്തെ ആ കടമക്കുടിക്കാർക്ക് ഇപ്പുറത്തോട്ട് കിടക്കാനുള്ള ആ പാലം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ കെട്ട് അല്ലെങ്കിൽ കെട്ടുകൾ ഇങ്ങനെ അങ്ങ് കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ പടർന്ന് കിടക്കണേ കേട്ടോ. ചൂണ്ടയുണ്ടായിരുന്നെങ്കിൽ മീൻ പിടിക്കായിരുന്നു എനിക്ക് മനസ്സിൽ തോന്നി. പക്ഷെ എനിക്ക് മീൻ പിടിക്കാൻ അറിയാൻ പാടില്ല, അത് വേറൊരു പ്രശ്നം. ഈ കൊട്ടവഞ്ചിൽ കയറി ഒന്ന് സഞ്ചരിക്കണമെന്നുള്ളതും എൻ്റെ ഒരു വേറൊരു മോഹം. പക്ഷെ ഇതിനകത്ത് ആളുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്ന വെച്ചൊക്കെ ഞാൻ ചോദിച്ചിട്ട് അതിനകത്ത് കയറി ഒന്ന് കറങ്ങിയാൻ. അങ്ങനെ ഞാൻ അവിടം വരെ നടന്നിട്ട് എന്ത് ചെയ്ത് തിരിച്ച് നടക്കാൻ. കാരണം ഇത് ബേസിക്കലി ഏകദേശം അവിടം വരെ എത്തിയപ്പോഴേക്കും അതിൻ്റെ എൻഡിങ് ആയി. പിന്നെ നമ്മൾ ക്യാമറയും കൂടെ നടക്കുമ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ തിരിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ തിരിച്ച് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് എൻ്റെ ബൈക്കും എടുത്ത് യാത്ര ചെയ്യാൻ വേണ്ടി നടന്നു. കടമക്കുടി ഗ്രാമങ്ങൾ ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പക്ഷേ ഇന്നത്തെ ആദ്യത്തെ എപ്പിസോഡായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. ഞാൻ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഈ ഏരിയയിലൊക്കെ കയാക്കിങ്ങിന്റെ മെയിൻ ഏരിയ ആണ് കേട്ടോ. കാരണം ഇവിടെ ഒരുപാട് അങ്ങനത്തെ ചെറുകിട കയാക്കിംഗ് ചെയ്തു കൊടുക്കുന്ന കുറച്ച് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വൈകിട്ട് 4 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ ചെയ്യാമെന്നാണ് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ചിത്രം വരയ്ക്കാമെന്ന് മനസ്സിൽ തീരുമാനിച്ചു. ഒരു പ്രത്യേക ക്യാരക്ടർ എനിക്ക് മീൻ പിടിച്ചു. ഒരു എന്താ പറയാ, തൊപ്പിയൊക്കെ വെച്ച് ഒരു വെസ്റ്റേൺ സിനിമകളിലെ കൗബോയ് ലുക്കിലൊക്കെ തോന്നുന്ന ഒരു കഥാപാത്രത്തെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ഇദ്ദേഹത്തെ. അങ്ങനെ ഇയാളുടെ ചിത്രം ഞാൻ വരച്ച് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഈ എപ്പിസോഡിൽ ഞാൻ ഈ പുള്ളിയുടെ ചിത്രം വരച്ച് വെക്കാൻ തീരുമാനിച്ചു.